എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഇതൊരു കുട്ടി വ്ളോഗാണ്. വേറൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഒന്ന് പുറത്ത് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചെന്ന ടൈം ആയതുകൊണ്ട് വലിയൊരു ഇത് കാണുന്നില്ല. പക്ഷെ നമ്മൾ പോരുന്ന ടൈമൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു, പുതിയ പുതിയ ഷോപ്സുകളൊക്കെ വന്നിട്ടുണ്ട് SM സ്ട്രീറ്റിൽ. അപ്പം നമ്മൾ അവിടെ ചെന്ന് എനിക്കൊരു ടോപ്പും ജീൻസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ നേരമൊക്കെ ചുറ്റി. പിന്നെ നമ്മൾ അവിടെ ഇടയ്ക്ക് ഒരു ചായ കുടിച്ച് ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും കുറേ നേരം കറങ്ങി. അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് പോയെങ്കിലും തിരിച്ച് വന്നപ്പോൾ രാത്രിയായി. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്ന് അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിരുന്നിടത്തെത്തി. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പിന്നെ പോയത് നമ്മൾ ഫുഡ് കഴിക്കാമെന്നുള്ള ഇതിൽ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ മന്തി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. സാധാരണ നമ്മൾ മന്തി കഴിക്കുന്നത് മഹ്ദി മന്തി ഷോപ്പിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ നിർഭാഗ്യവശാൽ അവിടെ നോമ്പ് സമയം ആയതുകൊണ്ട് അവർക്ക് കട അടവാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ മന്തി ഹൗസിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ കയറിയത്. അവിടെ നിന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു മന്തിയൊക്കെ ആയിരുന്നു കഴിച്ചത്. മഹ്ദി മന്തിയുടെ അത്ര ഇഷ്ടമായില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു മന്തിയായിരുന്നു. നമ്മൾ മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു ലെമൺ ടീ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ ലെമൺ ടീ ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ലെമൺ ടീ ഒക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് മൊജിത്തോയുടെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ മൊജിത്തോയ്ക്ക് വേണ്ടിയിട്ട് ശിവക്കുട്ടൻ നേരെ പോയിട്ട് ഒരു സ്പ്രൈറ്റ് 7up ഒക്കെ എടുത്തിട്ട് വന്ന്. അങ്ങനെ നമ്മൾ 7up ഒക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത്. അപ്പോൾ അവന് പാഴ്സലായിട്ട് കുറച്ച് മന്തി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പുറത്ത് അത്യാവശ്യം നല്ല കാറ്റൊക്കെ കൊണ്ട് അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച ഉടനെ ചാടിക്കയറി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ കാരപ്പറമ്പ് ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ കാരപ്പറമ്പ് നമ്മളെത്തി മൈത്ര ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഹെവി ഫുഡല്ലേ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒന്ന് വാക്കിംഗ് ഒക്കെ നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ സാധാരണ ഈവനിങ്ങിലും വാക്കിങ്ങിന് പോകാറുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വാക്കിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹെവി ഫുഡുമാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അരമണിക്കൂർ എന്തായാലും നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ അവിടെ അരമണിക്കൂർ നടന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും വണ്ടിയിൽ വന്ന് കയറി വേഗം നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഒരു 5 മിനിറ്റേ ഉള്ളൂ നമുക്ക് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ വേഗം വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. ഒരു കുട്ടി വ്ളോഗായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.